ദുർഗാദേവിയമ്മ, ശിവൻ മഹാദേവൻ അപ്പൂപ്പൻ. സ്ത്രീകൾ ഈ അമ്പലത്തിലേക്ക് വരിക, നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. എല്ലാ ദുഃഖങ്ങളും മാറ്റിത്തരും പൊന്നമ്മച്ചി. ഉള്ളത് നമ്മളെ കണ്ണീര് വീണാ അവർ സഹിക്കില്ല. കുഞ്ഞുങ്ങളെല്ലാവരും രക്ഷപ്പെടുന്നുണ്ട്. ഞാൻ റോഡ് പറമ്പൊക്കെ വീട് വെച്ച് മാടം വെച്ച് കിടന്ന ഒരുത്തിയാണ്. അവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്ത് കടമ്പാട്ടുകോണം എന്ന സ്ഥലത്താണ്. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിന്റെ പേര് കിണ്ടിയമ്പലം എന്നാണ്. ഈ ക്ഷേത്രത്തിന് ആ പേര് വരാനുള്ള കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിലെ നാഗദൈവങ്ങൾ ദാഹമകറ്റുന്നതിന് വേണ്ടി ഒരു ക്ഷേത്രക്കുളത്തെ സമീപിക്കുമായിരുന്നു. ആ ക്ഷേത്രക്കുളം ചില വ്യക്തികൾ ചേർന്ന് മൂടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിലേക്ക് മാറാരോഗങ്ങൾ വന്ന് ഭവിക്കുകയും തുടർന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വന്ന നാഗങ്ങൾക്ക് ദാഹമകറ്റുവാൻ വേണ്ടി ഒരു കിണ്ടി നിറച്ച ജലം സമർപ്പിച്ചു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരണം. ഇവിടെ ഒരു കിണ്ടി നിറയെ ജലം സമർപ്പിക്കണം. അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെയും നിങ്ങളുടെയും ഒക്കെ ദോഷം വിട്ടുമാറും, കൂടാതെ ഐശ്വര്യം വന്നു ചേരുമെന്നും വിശ്വാസികൾ പറയുന്നു. ദൂരസ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. വലിയ വിശ്വാസമാണ്. വിശ്വാസം തന്നെ. അമ്മയുടെ പേരെന്താ? രാധാഗോപി. അമ്മ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പരമേശ്വരി, പാർവതി അമ്മ, ദുർഗാദേവിയമ്മ, ശിവൻ മഹാദേവൻ അപ്പൂപ്പൻ, ഗണപതി ഭഗവാൻ. അത് കാര്യം വേറെ. ഞാൻ റോഡ് പറമ്പൊക്കെ വീട് വെച്ച് മാടം വെച്ച് കിടന്ന ഒരുത്തിയാണ്. അവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. ഞങ്ങൾക്ക് വിശ്വാസം തന്നെയാണ്. ഇന്നും ഏതൊരു കാര്യത്തിനും എന്റെ അമ്മയെ അപ്പൂപ്പനെയും വിളിച്ച് അവരുടെ കൂടെ ഉണ്ട്. വെളിപ്പുറത്തുണ്ട്. ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വ്യാധികൾ കയറി കിടക്കാൻ എനിക്ക് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എനിക്ക് ഒരുപാട് പറയണമെങ്കിൽ ചെറ്റമാടത്തിൽ കിടന്ന എനിക്ക് ഒരു കെട്ടിടം തന്ന് പിന്നെ മനുഷ്യന്റെ വിളിച്ച വെളിപ്പുറത്തെത്തും. ഒരു സംശയമില്ല. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവഭാവത്തിലുള്ള ചാവരപ്പൂപ്പനാണ്. പ്രധാന ശ്രീകോവിലിനുള്ളിൽ ബാലികാഭാവത്തിലുള്ള ദേവിയാണ് പ്രതിഷ്ഠ. പിന്നെ ഈ ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്ത് 13 അടിയിൽ ഉയരമുള്ള, ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ തന്നെ ഏറെ പ്രധാനപ്പെട്ട നാഗദൈവങ്ങളിലൊന്ന്. അവിടെ തന്നെ നാഗദൈവങ്ങൾക്ക് മുട്ടയിടുവാനും അവർക്ക് സംഗമിക്കുവാനുമുള്ള ചിത്രകൂടം, അതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. തന്റെ ദുഃഖങ്ങൾക്ക്, ദുരിതങ്ങൾക്ക്, മറ്റു പ്രശ്നങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന തന്റെ മനമുരുകി പ്രാർത്ഥിച്ചാൽ ആ കാര്യം സാധിക്കും എന്ന് തന്നെയാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ കിണ്ടിയമ്പലത്തിലേക്ക് വിശ്വാസികൾ എത്തുന്നുണ്ട്. അതെന്തെന്നാൽ ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക നേർച്ചയുണ്ട്. ഇവിടെ ഒരു കിണ്ടി നിറച്ചും ജലം അത് ഈ അമ്പലത്തിലേക്ക് സമർപ്പിച്ചാൽ താൻ ആഗ്രഹിച്ച കാര്യം സാധിക്കും എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് അനുഭവസ്ഥർ പറയുന്നതും. കിണ്ടി സമർപ്പിക്കുന്നതിലൂടെ തന്റെ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ദുഃഖങ്ങൾ, നടക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേവിക്ക് പ്രധാനം പൂമൂടലാണ്. പൂമൂടൽ നടത്തിയാൽ ആ കാര്യം സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ശരി. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിക്കുമെന്നാണ് ഈ ക്ഷേത്രത്തിൽ പറയുന്നത്. അതിനുള്ള കാരണം കൂടി പറയുന്നു. ഇവിടെ പ്രധാന പ്രതിഷ്ഠയായി ബാലികാഭാവത്തിലുള്ള, കൗമാര ഭാവത്തിലുള്ള, പ്രായത്തിലുള്ള ഒരു ദേവിയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ. ഈ ദേവിക്ക് മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചാൽ തനിക്ക് ഐശ്വര്യങ്ങളും സൗന്ദര്യവും ഉണ്ടാകും എന്നും ചിലർ പറയുന്നു. ഇതൊക്കെ ഇവിടുത്തെ ഐതിഹ്യങ്ങളാണ്, ചരിത്രങ്ങളാണ്, അനുഭവങ്ങളാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രതിഷ്ഠ തന്നെ കൗമാരഭാവത്തിലുള്ള ദേവിയാണ്, ദുർഗാദേവിയാണ്. അപ്പോൾ ആ ഒരു സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഒരു ദേവിക്ക് വന്ന് ഈ മണിയടിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതാണ് കൗമാരഭാവത്തിൽ, ബാലികാഭാവം. അതെ, ആ ദേവിയാണ്. സ്ത്രീജനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും. നമ്മുടെ ഇവിടെ വന്ന് ഈ ദേവിക്ക് ഈ ദീപാരാധന സമയത്ത് മണിയടിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും രക്ഷപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ.
ഇതിൽ പറയുന്നത് ഒരു പ്രധാനമായി പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് കൂടുതലും എത്തുന്ന ഭക്തജനങ്ങൾ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളാണ്. കാര്യം ഇവിടെ ഇരിക്കുന്നതും കൗമാരപ്രായത്തിലുള്ള ഒരു ദേവിയാണ്, ബാലികാഭാവത്തിലുള്ള ദേവിയാണ്. ഇവിടെ അങ്ങനെയുള്ള വിവാഹം കഴിക്കാത്ത കുട്ടികൾ വന്നാൽ അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും അല്ലെ, അവർക്ക് പൊതുവെ ഒരു ഐശ്വര്യം അല്ലെ, മുഖൈശ്വര്യം ഉൾപ്പെടെ ശാരീരിക ഐശ്വര്യം ഉൾപ്പെടെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഭംഗി കുറഞ്ഞതും കൂടിയതും ഒക്കെ ഒരുപാട് കുട്ടികളുണ്ട്. ഈ ക്ഷേത്രത്തിൽ വന്നാൽ അത്തരം കുട്ടികൾക്ക് ഐശ്വര്യം കൂടുതൽ ഈ ക്ഷേത്രം വന്ന കാലം തൊട്ട് നമുക്ക് ഐശ്വര്യവും സൗന്ദര്യവും തന്നെ. വേറെ ഒരു പ്രശ്നങ്ങളും അന്ന് തൊട്ടേ നമുക്ക് നല്ല രീതിയിൽ തന്നെ പോണത് ദേവി. അതുകൊണ്ട് ഇത്രയും ഇതിനകത്ത് തന്നെ ഇവിടെ പ്രതിഷ്ഠിക്കുക, ഇത് നല്ല രീതിയിൽ വരികയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇവിടെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഭക്തർ എത്താറുണ്ട്. ഇപ്പോൾ തന്നെ എറണാകുളം, ആലുവ, മടത്തറ, ഇപ്പോൾ കണിയാപുരം, ട്രിവാൻഡ്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ വരാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം ഒരു 1-2 തവണ വന്നിട്ട് പോകും. ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ അവരെ നമ്പരും കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പ്രസാദം അവരെ കൊറിയർ വഴി അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ദേവി പ്രീതി എല്ലായിടത്തും എത്തുന്നുണ്ട്. എല്ലാ ദുഃഖങ്ങളും മാറ്റിത്തരും പൊന്നമ്മച്ചി. ഉള്ളത് നമ്മളെ കണ്ണീര് വീണാ ഒരു സഹിക്കില്ല. ഞാൻ കുറേ വർഷമായി ഇവിടെ വന്നിട്ട് എൻ്റെ എല്ലാ ദുഃഖങ്ങളും അവർ തീർത്തു തരും. മേലോലും അങ്ങനെ ആവണേന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ എന്ത് മനസ്സിൽ കരുതിയാലും ആ സത്യം അമ്മയോട് തുറന്നു പറഞ്ഞാൽ അമ്മ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അനുഭവമാണ് ഓരോന്ന്. നമ്മൾ അപ്പുറോണ്ട വെണ്ണ സൈഡിൽ സമയത്തും നമ്മളിവിടെ വരുമ്പോഴും അതിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മൾ പുരോഗതിയാണ്. നമ്മളെ ഈ നാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ദേവിയുടെ ഒരു അനുഗ്രഹമാണ്. എടുത്തു പറയേണ്ടത് നമ്മളെ ഇവിടെ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് നിന്ന എല്ലാവരും ചെറുപ്പക്കാരായാൽ തന്നെ അവർക്ക് ഗൾഫിൽ പോക്കായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിവാഹം നടന്നിട്ടുണ്ട്, കുട്ടികളുണ്ട്. എൻ്റെ അനുഭവം തന്നെ അതാണ്. എൻ്റെ വൈഫ് തന്നെ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിരുന്നു. നമ്മളിവിടുത്തെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമല്ലേ. സത്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കൊണ്ടും. 3 പേരും ഇപ്പോൾ കൂടി, ഇപ്പോൾ 4 പേരുണ്ട്. 4 പേരും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ തീരെ ആളാണ്. ഞാൻ കാണുന്നവരോട് വരണം, എല്ലാവരും ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. എല്ലാവരും പറയണം. പറയണം. പറഞ്ഞ മാറും. ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. അവര് ഇവിടെ വന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു നേർച്ച ചെയ്താൽ കാര്യങ്ങളൊക്കെ സാധിക്കും. ഉറപ്പായിട്ടും നടക്കും. ഇവിടുത്തെ മെയിനായിട്ട് നെയ്ക്കിൻ്റെ സമർപ്പണം, പിന്നെ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞാൽ പൂമൂടലാണ്. അതാണ് ദേവിക്ക് ഇവിടെ നേർച്ചയായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട്. പിന്നെ ബാലദേവി ആയതുകൊണ്ട് അതിനനുസരിച്ച് ഈ നെയ്ക്കിൻ്റെ സമർപ്പണം, അങ്ങനെയുള്ള സമർപ്പണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ബാലികാഭാവത്തിലുള്ള ദേവി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സ്ത്രീജനങ്ങൾ വന്നാൽ അവർക്ക് ഈ പറയുന്ന സൗന്ദര്യം വർദ്ധിക്കുമെന്നൊക്കെ പറയുന്നു. ഐശ്വര്യം സൗന്ദര്യമൊക്കെ വർദ്ധിക്കും. എല്ലാം ഇവിടെ ഇരിക്കുന്ന കൊച്ചു ദേവിയാണ്. ഇവിടെ എനിക്കൊന്നും ഇവിടെ അധികം ദേവി ബാലിക ദുർഗമുള്ള അങ്ങനെ വലിയ ക്ഷേത്രങ്ങളൊന്നും ഇല്ല. ഇവിടെ പറഞ്ഞാൽ ഉള്ളതേ ഉള്ളൂ. എന്തായാലും ക്ഷേത്രത്തിലേക്ക് വരിക എന്ന് തന്നെയാണ്. വരിക. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വരിക, നല്ലോണം പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടുത്തെ പൂജ കാര്യങ്ങൾ അതിവിടെ വന്ന ഉറപ്പാണ്. എന്തായാലും ശരി, ഈ ഒരു വാർത്ത വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഈ ക്ഷേത്രത്തിലേക്കൊന്ന് വരണം. 100 1000 അങ്ങനെയുള്ള ഒരു ചിലവുകളുമില്ല. ഇവിടെ വന്ന ഒരു കിണ്ടി നിറയെ വെള്ളം നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കണം. നിങ്ങളുടെ ദുഃഖങ്ങൾ മനമുരുകി പ്രാർത്ഥിക്കണം. അത് സാധിക്കും.